ഹായ് എവരിവൺ, വെൽക്കം ടു ലേൺ ടു സ്റ്റഡി. ഇന്നത്തെ വീഡിയോയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ BBA ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2021, 22, 23 ഈ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് പാർട്ട് ബിയും പാർട്ട് സിയും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ലെങ്കിലും ഓവറോൾ അതിൻ്റെ ആൻസേഴ്സൊക്കെ ഒന്ന് കവർ ചെയ്ത് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്കൊന്ന് പോവാം. അപ്പോൾ അതിൽ ഫസ്റ്റ് 2021 ക്വസ്റ്റ്യൻ പേപ്പറാണ് 2019 അഡ്മിഷൻ മുതലുള്ളത്. അപ്പോൾ അവിടെ വരുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിഫൈൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, അതിൻ്റെ ഡെഫിനിഷനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ മീനിങ്, അതിൻ്റെ ഡെഫിനിഷൻ, ദെൻ ഒബ്ജക്റ്റീവ്സ്, അതേപോലെ തന്നെ ഫിനാൻഷ്യൽ മാനേജറിൻ്റെ ഫങ്ഷൻസ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് പഠിക്കാം. അതേപോലെ തന്നെ അപ്രോച്ചസ് ടു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് അപ്രോച്ച്, സെക്കൻഡ് അപ്രോച്ച് ആൻഡ് തേർഡ് അപ്രോച്ച്. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. Then third question, what is profitability index, that is PI. Next question, what do you mean by sweat equity. Next question, explain under capitalization. Next question, what is dividend payout ratio. Next question, what is combined leverage, CL. Then എട്ടാമത്തെ question, what do you understand by stable dividend policy. Ninth question, what is WED analysis. Then 10th question, explain internal rate of return, that is IRR. essay ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഇതിൻ്റെ പ്രോബ്ലം. 11th question, what do you understand by weighted average cost of capital, that is WACC, WACC. Then 12th question, what do you mean by retained earnings, RE, retained earnings. Then next question, what is capital structure. Then next question, define working capital. Next question, what is economic order quantity, EOQ. EOQ is equal to root of 2CO divided by I. Then പാർട്ട് ബിയിൽ, അതായത് സെക്ഷൻ ബിയിൽ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ്, 16th ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്സ്, സ്റ്റേറ്റ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what are the different types of dividend policies. Next question, what are the different sources of working capital. ദെൻ നെക്സ്റ്റ് ഒരു പ്രോബ്ലമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് ഈ പ്രോബ്ലത്തിൽ കാൽക്കുലേറ്റ് ദി പേ ബാക്ക് പീരിയഡ് ഇഫ് ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് ഈസ് റുപ്പീസ് 1 lakh per annum എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പേ ബാക്ക് പീരിയഡാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ പേ ബാക്ക് പീരിയഡ് നമുക്ക് 2 രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഒന്ന് ക്യാഷ് ഇൻഫ്ലോസ് ആർ ഈക്വൽ ആൻഡ് ക്യാഷ് ഇൻഫ്ലോസ് ആർ അൺഈക്വൽ. അപ്പോൾ ഇങ്ങനെ 2 രീതിയിലാണ് നമ്മൾ പേ ബാക്ക് പീരിയഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് പേ ബാക്ക് പീരിയഡ് ഇഫ് ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് ആർ റുപ്പീസ് 1 lakh per annum എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ക്യാഷ് ഇൻഫ്ലോസ് ആർ ഈക്വൽ ആണ്. അപ്പോൾ ആ കേസിലാണ് നമ്മൾ പേ ബാക്ക് പീരിയഡ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് 20th ക്വസ്റ്റ്യൻ, ദി ഫോളോയിങ് ഇൻഫോർമേഷൻ ഈസ് അവൈലബിൾ ഇൻ റെസ്പെക്ട് ഓഫ് എ പ്രൊഡക്റ്റ്. നമുക്ക് ഒരുപാട് ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് ഓൾ ടൈപ്സ് ഓഫ് ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വരുന്ന 3 ടൈപ്പ് ഓഫ് ലിവറേജ് ആണ്. ഒന്ന് ഫിനാൻഷ്യൽ ലിവറേജ്, 2 ഓപ്പറേറ്റിംഗ് ലിവറേജ്, 3 കമ്പൈൻഡ് ലിവറേജ്. ഫിനാൻഷ്യൽ ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ EBIT ഡിവൈഡഡ് ബൈ EBT. ദെൻ ഓപ്പറേറ്റീവ് ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഓപ്പറേറ്റീവ് ലിവറേജ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT. ദെൻ കമ്പൈൻഡ് ലിവറേജ് എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ ലിവറേജ് ഇൻറ്റു ഓപ്പറേറ്റീവ് ലിവറേജ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കുറച്ചും കൂടി സിമ്പിളാണ്. ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് EBIT EPS അനലൈസിസിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നമുക്ക് ഈ EBIT എങ്ങനെയാണ് കിട്ടുന്നത്, EBT എങ്ങനെയാണ് കിട്ടുന്നത് എന്നൊക്കെ ഉള്ളത് ആ സ്റ്റേറ്റ്മെൻറ്റിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 21st ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. നമുക്ക് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഏതൊക്കെ? 3 കേസിൽ, ഒന്ന് അറ്റ് പാർ, അറ്റ് എ പ്രീമിയം ഓഫ് 10% ആൻഡ് തേർഡ് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 5%. അപ്പോൾ പാർട്ട് ബിയിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രോബ്ലം പാർട്ട് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പാർട്ട് ബിയിൽ ഏറ്റവും കൂടുതൽ അതെന്നാണ് ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 22nd ഒരു പ്രോബ്ലമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് തന്നിട്ടുള്ളത്. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് NPV ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് നമുക്ക് കിട്ടും. ഇവിടെ വളരെ ഈസിയാണ്, എല്ലാം നമുക്ക് നേരിട്ട് തന്നതുകൊണ്ട് തന്നെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ
ഇക്വേഷനൊക്കെ ഞാൻ പറയാം കേട്ടോ. നെക്സ്റ്റ് 23ാമത്തെ ക്വസ്റ്റ്യനും ഒരു പ്രോബ്ലം ആണ്. അവിടെ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ആൻഡ് ആവറേജ് കളക്ഷൻ പീരിയഡും. അപ്പോൾ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്താണെന്നും ആവറേജ് കളക്ഷൻ പീരിയഡും അതൊന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ദെൻ സെക്ഷൻ സിയിൽ വന്നിട്ട് ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ് 24ാമത്തെ ക്വസ്റ്റ്യൻ, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, അതിൻ്റെ സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. എപ്പോഴും ഫസ്റ്റ് ചാപ്റ്ററിന് ഒരു തിയറി ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫസ്റ്റ് ചാപ്റ്റർ. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെ സ്കോപ്പ്, അതേപോലെ തന്നെ അതിൻ്റെ കൺസെപ്റ്റുകൾ അല്ലെങ്കിൽ അപ്രോച്ച്, ഫിനാൻസ് ഫംഗ്ഷൻ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു എസ്സേ നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പോൾ ഈ തന്നിട്ടുള്ള ഇൻഫോർമേഷനിൽ നിന്ന് ഒരു ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ എ ക്യാഷ് ബഡ്ജറ്റ്. ഓക്കെ, അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് EPS ഇൻ ഈച്ച് കേസ് ആൻഡ് കമൻറ്റ് ആസ് ടു വിച്ച് ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് സ്യൂട്ടബിൾ. ഓരോ ക്യാപിറ്റൽ സ്ട്രക്ചറിനും, അതായത് നമുക്ക് ഡിഫറെൻറ്റ് കേസസ് തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ മുഴുവൻ ഇക്വിറ്റി ഷെയർ ആണെന്നുണ്ടെങ്കിൽ, ക്യാപിറ്റൽ സ്ട്രക്ചറിൽ 2 ലക്ഷം രൂപൻ്റെ ഇക്വിറ്റി ഷെയറും 4 ലക്ഷം രൂപൻ്റെ ഡിബെഞ്ചറും ആണെന്നുണ്ടെങ്കിൽ, ദെൻ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എല്ലാം ഡിബെഞ്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇങ്ങനെ 3 രീതിയിലുള്ള ക്യാപിറ്റൽ സ്ട്രക്ചറാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ 3 രീതിയിലുള്ള ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെയും EPS, ഏർണിംഗ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന് ഏതാണ് നല്ല ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് അല്ലെങ്കിൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്, എബിറ്റ് EPS അനലൈസിസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് കാണാം കേട്ടോ. ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസ്സേ ഷുവറായിട്ടും ചോദിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ഷുവറായിട്ടും എസ്സേ ചോദിക്കുന്നത് ഒരു തിയറി ക്വസ്റ്റ്യൻ ഉണ്ടാവും, പിന്നെ NPV-യോ IRR-ഓ അങ്ങനെ ഏതെങ്കിലും ഉണ്ടാവും. അതേപോലെ തന്നെ എബിറ്റ് EPS അനലൈസിസ് ഉണ്ടാവും, ക്യാഷ് ബഡ്ജറ്റൊക്കെ ഉണ്ടാവും. പിന്നെ ചിലപ്പം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണാനുണ്ടാവും, അതായത് 3-4 മൊത്തം 5 കോമ്പണൻസിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ് നമ്മൾ കാണുക. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ, കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് ആൻഡ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതായത് മൊത്തം ഈ 4 കൂടെ ആഡ് ചെയ്തിട്ടുള്ള കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെ, അപ്പോൾ അതും ഒക്കെ എസ്സായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതാണ് 2021 ക്വസ്റ്റ്യൻ പേപ്പർ. ഇനി 2022 ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ, പാർട്ട് എയിൽ ഒന്നാമത്തെ ചോദിച്ചിട്ടുള്ളത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് റിസീവബിൾസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോസ്റ്റുകൾ ഏതൊക്കെയാണ്. ദെൻ നെക്സ്റ്റ്, വാട്ട് ഡസ് സ്റ്റോക്ക് ഡിവിഡൻറ്റ് മീൻ. നെക്സ്റ്റ്, വാട്ട് ഈസ് ടൈം വാല്യൂ ഓഫ് മണി. നെക്സ്റ്റ്, വാട്ട് ഈസ് ക്യാപിറ്റൽ ഗിയറിംഗ്. നെക്സ്റ്റ്, വാട്ട് ഡു യു മീൻ ബൈ IRR സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, IRR ഈസ് ദാറ്റ് റേറ്റ് വേർ NPV ബിക്കംസ് 0. ഏത് റേറ്റിലാണോ NPV 0 ആവുന്നത് അതിനെയാണ് നമ്മൾ IRR എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 10% നമ്മൾ NPV കാണുകയാണ്. NPV നമുക്ക് 10% കാണുമ്പോൾ 0 കിട്ടി. NPV എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റ് പ്രസൻറ്റ്. NPV is equal to നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. അപ്പോൾ നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോയും നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോയും ഈക്വൽ ആണ്. അപ്പോൾ അത് നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ 0 ആണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ ആ റേറ്റിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ വേർ NPV ബിക്കംസ് 0. ഓക്കെ, ഇറ്റ് ഈസ് ദാറ്റ് റേറ്റ് വേർ NPV ബിക്കംസ് 0. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. സിമ്പിളായിട്ട് നമുക്ക് പറയാം, വർക്കിംഗ് ക്യാപിറ്റലിന് 3 കൺസെപ്റ്റാണ്, ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ കൺസെപ്റ്റും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കൺസെപ്റ്റും. അപ്പോൾ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. നെക്സ്റ്റ്, ഡിഫൈൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ വർക്കിംഗ് ക്യാപിറ്റൽ റിലേറ്റഡ് ആണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ക്യാപിറ്റൽ റേഷനിങ്. നെക്സ്റ്റ്, വാട്ട് ഡു യു മീൻ ബൈ സ്റ്റോക്ക് സ്പ്ലിറ്റ്. Then what is right issue. Next question, briefly explain FIFO method, first in first out method. Then next, what is reordering level. മെറ്റീരിയലിൻ്റെ ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസ്സായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. പാർട്ട് ബിയിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് EPS, ഏർണിംഗ് പെർ ഷെയർ. പാർട്ട് ബിയിലെ 16ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ ക്യാപിറ്റൽ സ്ട്രക്ചർ, വാട്ട് ആർ ദി ഫാക്ടേഴ്സ് വിച്ച് ഡിറ്റർമിൻ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പോൾ എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ, എന്തൊക്കെയാണ് അതിൻ്റെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ. 17ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദി ഫംഗ്ഷണൽ ഏരിയാസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷണൽ ഏരിയ ഏതൊക്കെയാണ്. നെക്സ്റ്റ്, എന്യൂമറേറ്റ് ദി അസംഷൻസ് ഓഫ് ഹൈപ്പോതിസിസ് ഓഫ് ദി ഇറലവൻസ് തിയറി ഓഫ് ഡിവിഡൻറ്റ്. അപ്പോൾ തിയറി ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ, ഹൈപ്പോതിസിസ്, തിയറിയും
മോഡിഗ്ലിയാനി മില്ലർ തിയറി, ട്രഡീഷണൽ തിയറി, നെറ്റിംഗ് അപ്രോച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് പോയിട്ട് കാണാം. ദെൻ നെക്സ്റ്റ്, ഡിറ്റർമിങ് ദി പേ ബാക്ക് പീരിയഡ് ഓഫ് എ പ്രൊജക്ട് വിച്ച് റിക്വയർസ് ആൻ ഇനീഷ്യൽ ഔട്ട്ലേ ഓഫ് ₹1 lakh. അപ്പോൾ താഴെ തന്നിട്ടുള്ള ഇൻഫോർമേഷനിൽ നിന്ന് നമുക്ക് പേ ബാക്ക് പീരിയഡ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ക്യാഷ് ഇൻഫ്ലോസ് ആർ അൺഈക്വൽ ആണ്. അപ്പോൾ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ പേ ബാക്ക് പീരിയഡ് കാണണം. ദെൻ അടുത്തത് 20ാമത്തെ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ഓപ്പറേറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ലിവറേജ്. തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ഓപ്പറേറ്റിംഗ് ലിവറേജും ഫിനാൻഷ്യൽ ലിവറേജും കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ ഓപ്പറേറ്റിംഗ് ലിവറേജും ഫിനാൻഷ്യൽ ലിവറേജും നമുക്ക് വളരെ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതാണ് ശരിക്ക് EBIT EPS അനലൈസിസും വരുന്നത്. EBIT EPS അനലൈസിസിന് EBIT EPS അനലൈസിസിന് നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് EBIT EPS അനലൈസിസ് നടത്താനും ഫിനാൻഷ്യൽ ലിവറേജും ഓപ്പറേറ്റിംഗ് ലിവറേജും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ ഇക്വേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഫിനാൻഷ്യൽ ലിവറേജ് ഈസ് ഈക്വൽ ടു EBIT ഡിവൈഡഡ് ബൈ EBT. EBIT എന്ന് പറഞ്ഞാൽ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, അതായത് എത്രയാണ്, 2,08,000. അത് ഡിവൈഡഡ് ബൈ EBT. EBT പറഞ്ഞാൽ എന്താണ്, ഏർണിങ്സ് ബിഫോർ ടാക്സ്. അപ്പോൾ ഏർണിങ്സ് ബിഫോർ ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2,08,000 നിന്ന് 1,10,000 ഇൻട്രസ്റ്റ് കുറച്ചതാണ് എന്ത്, EBT എന്ന് പറയുന്നത്. പക്ഷെ എന്ത് കുറക്കാൻ പാടില്ല, ടാക്സ് കുറക്കാൻ പാടില്ല. അപ്പോൾ അതാണ് EBT. അപ്പോൾ അത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ ലിവറേജ് കിട്ടും. ദെൻ നെക്സ്റ്റ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണ്. ഓപ്പറേറ്റിംഗ് ലിവറേജ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT ആണ്. കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT ആണ്. അപ്പോൾ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രിബ്യൂഷൻ എന്താണ്, സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. സെയിൽസിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് കുറക്കുന്നതാണ് കോൺട്രിബ്യൂഷൻ. അതായത് ഇവിടെ എന്താ പറയുന്നത്, 10,50,000 മൈനസ് 7,67,000, അതാണ് എന്ത്, കോൺട്രിബ്യൂഷൻ. ഇനി EBIT എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2,08,000. അപ്പോൾ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടും. ഇനി കമ്പൈൻഡ് ലിവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പൈൻഡ് ലിവറേജ് ഈസ് ഈക്വൽ ടു, ഓക്കെ, അപ്പോൾ നമ്മൾ കമ്പൈൻഡ് ലിവറേജ് പറഞ്ഞു, ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ ലിവറേജ് ഇൻറ്റു ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറഞ്ഞു. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇൻറ്റു ഫിനാൻഷ്യൽ ലിവറേജ് അങ്ങനെയും പറയാം. ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT. EBIT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, അതായത് ഇൻട്രസ്റ്റും ടാക്സും കൊടുക്കുന്നതിന് മുമ്പുള്ള ഏർണിങ്സ് ഇൻറ്റു, ഇനി ഫിനാൻഷ്യൽ ലിവറേജ് ആണ്, ഇത് ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണ്. ഇനി ഫിനാൻഷ്യൽ ലിവറേജ്, ഓക്കെ, ഫിനാൻഷ്യൽ ലിവറേജ് ഈസ് ഈക്വൽ ടു എന്താണ്, ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഏർണിങ്സ് ബിഫോർ ടാക്സ്, അല്ലേ. അപ്പോൾ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് നമ്മൾ പറഞ്ഞു, ഇൻട്രസ്റ്റും ടാക്സും കൊടുക്കുന്നതിന് മുമ്പുള്ള ഏർണിങ്സ് ബിഫോർ ടാക്സ് നമ്മൾ പറഞ്ഞു, ടാക്സ് കൊടുക്കുന്നതിന് മുമ്പുള്ള ഏർണിങ്സ്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, കമ്പൈൻഡ് ലിവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കമ്പൈൻഡ് ലിവറേജ് രണ്ട് ഇക്വേഷൻ, ഒന്ന് കമ്പൈൻഡ് ലിവറേജ് ഈസ് ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇൻറ്റു ഫിനാൻഷ്യൽ ലിവറേജ്, രണ്ടാമത്തത് കമ്പൈൻഡ് ലിവറേജ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT ഇൻറ്റു EBIT ഡിവൈഡഡ് ബൈ EBT. അപ്പോൾ ഇവിടെ നമുക്ക് ഈ EBITയും ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ. അപ്പോൾ എന്താ കിട്ടുക, ഔട്ട്പുട്ട് എന്താ കിട്ടുക, C ഡിവൈഡഡ് ബൈ EBT. കമ്പൈൻഡ് ലിവറേജ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ഏർണിങ്സ് ബിഫോർ ടാക്സ്. അപ്പോൾ ഇങ്ങനെ ഈ ഇക്വേഷൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലിവറേജസിലെ ഈ 3 ഇക്വേഷന് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ കഴിയും. ഇനി നമ്മൾ EBIT EPS അനലൈസിസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഈസിയാക്കാൻ വേണ്ടിയിട്ടും ഈ ലിവറേജസ് ഒന്ന് ഈസിയാക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ നമ്മൾ പഠിക്കുക. അപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഇപ്പോൾ നമുക്ക് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്, സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്, കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. ഇനി ഈ കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ്, അതാണ് എന്തെന്ന് പറയുന്നത്, EBIT എന്ന് പറയുന്നത്. അപ്പോൾ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് ആണ്. കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറക്കുക. അപ്പോൾ സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ കോൺട്രിബ്യൂഷൻ കിട്ടും, കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ എന്ത് കിട്ടും, EBIT കിട്ടും. ഇനി EBITയിൽ നിന്ന്, അതായത് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ്, ഇൻട്രസ്റ്റും ടാക്സും കൊടുക്കുന്നതിന് മുമ്പുള്ള പ്രോഫിറ്റ് ഏർണിങ്സ്. ഇനി ഈ EBITയിൽ നിന്ന്, അതായത് EBIT മൈനസ് ഇൻട്രസ്റ്റ്, അതാണ് എന്തെന്ന് പറയുന്നത്, ഏർണിങ്സ് ബിഫോർ ടാക്സ്, EBT എന്ന് പറയുന്നത്, അതായത് ടാക്സ് കുറക്കുന്നതിന് മുമ്പുള്ള ഏർണിങ്സ്. ഇനി EBTയിൽ നിന്ന് ഈ ടാക്സ് കുറക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നെറ്റ് ഇൻകം അല്ലെങ്കിൽ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന്
പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും എപ്പോഴും നമ്മൾ പഠിച്ചു വെക്കുക. അതായത് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു EBIT EBIT മൈനസ് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു EBT മൈനസ് ടാക്സ് ഈസ് ഈക്വൽ ടു നെറ്റ് ഇൻകം ഓർ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം. ഓക്കെ, ഇപ്പോൾ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന് പറയുമ്പോൾ ശരിക്കും എബിറ്റ് ആണ്, പക്ഷെ നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ അങ്ങനെയൊക്കെ തരും. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഉഷാറായിട്ട് പോകും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ്, കുറച്ച് ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ വളരെ സിമ്പിളാണ്. EOQ is equal to root of 2CO divided by I. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഷുവറായിട്ടും പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ മെറ്റീരിയൽസിൻ്റെ ലെവലുണ്ടല്ലോ, മിനിമം ലെവല്, മാക്സിമം ലെവല്, റീഓർഡർ ലെവല്, ഡേഞ്ചർ ലെവല്, അപ്പോൾ അതിൽ നിന്നൊരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പിന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ്, അതൊന്ന് ഒരു ക്വസ്റ്റ്യൻ അല്ല, ഒരു 2-3 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. പേ ബാക്ക് പീരിയഡിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി കാണാനും ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ കാണാനും പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കാണാനും ഒക്കെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. എസ് ആയിട്ട് NPV, IRR, അതുപോലെ തന്നെ ക്യാഷ് ബഡ്ജറ്റ്, ദെൻ ഈ മെറ്റീരിയൽസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യന്, ഒരു തിയറി ക്വസ്റ്റ്യന്, അതുപോലെ തന്നെ മെറ്റീരിയൽസിൽ തന്നെ തിയറി ക്വസ്റ്റ്യൻ മെത്തേഡ്സ് ഉണ്ടല്ലോ, മെത്തേഡ്സ് ഓഫ് മെറ്റീരിയൽ കൺട്രോൾ, അതിൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ EOQ ആണ് 2CO divided by I. അപ്പോൾ ഇവിടെ C എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ആനുവൽ കൺസംഷൻ ആണ്. ആനുവൽ കൺസംഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് നമ്പർ ഓഫ് യൂണിറ്റ്സ് റിക്വയർഡ് പെർ ഇയർ ദാറ്റ് ഈസ് 30,000 യൂണിറ്റ് ആണ് വേണ്ടത്. ദെൻ O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്ലേസിങ് ആൻഡ് ഓർഡർ ആണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്ലേസിങ് ആൻഡ് ഓർഡർ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ദി ഫിക്സഡ് കോസ്റ്റ് പെർ ഓർഡർ, ഫിക്സഡ് കോസ്റ്റ് പെർ ഓർഡർ എന്ന് പറയുന്നത് എത്രയാണ്? ₹20. അപ്പോൾ ഇതാണ് എന്ത് O എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഇൻവെൻട്രി ക്യാരിങ് കോസ്റ്റ്. അപ്പോൾ ഇൻവെൻട്രി ക്യാരിങ് കോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ദി ക്യാരിങ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഇൻവെൻട്രി. ഇൻവെൻട്രി ക്യാരിങ് കോസ്റ്റ് എന്ന് പറയുന്നത് 10. അപ്പോൾ അതാണ് എന്ത് I എന്ന് പറയുന്നത്. അപ്പോൾ EOQ is equal to root of 2CO divided by I, that is equal to root of 2 into 30,000 into O എന്ന് പറയുന്നത് 20 divided by I എന്ന് പറയുന്നത് 10. ഓക്കെ, അപ്പം ഇതാണ് EOQ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് ക്യാരിയിങ് കോസ്റ്റ് ആണ്. ക്യാരിയിങ് കോസ്റ്റ് നമുക്ക് എപ്പോഴും മിക്കവാറും ഒരു പെർസെൻറ്റേജ് ഒക്കെ ആയിട്ടാണ് തരിക, അതായത് പെർസെൻറ്റേജ് ഓഫ് വാല്യൂ ഓഫ് മെറ്റീരിയൽ പെർ യൂണിറ്റ് ആയിട്ടാണ് തരിക. പിന്നെ രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് എപ്പോഴും പെർ ഇയർ ആയിട്ട് ഇൻഫോർമേഷൻ തന്നോളണമെന്നില്ല, വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി ആയിട്ടൊക്കെ ഇൻഫോർമേഷൻ തരും. അപ്പോൾ അത് നമ്മൾ പെർ ഇയറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, പെർ യൂണിറ്റിൻ്റെ കേസ് പ്രശ്നമല്ല കേട്ടോ. അപ്പോൾ ഈ 2 കാര്യങ്ങളും ശ്രദ്ധിക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഫ്രം ദി ഫോളോയിങ് ഇൻഫോർമേഷൻ കാൽക്കുലേറ്റ് ആവറേജ് കളക്ഷൻ പീരിയഡ്. ആവറേജ് കളക്ഷൻ പീരിയഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് നമുക്ക് കുറച്ച് ഇൻഫോർമേഷനൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, ആവറേജ് കളക്ഷൻ പീരിയഡ് ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ എന്താണ്? ദാറ്റ് ഈസ് ഇൻ ഡേയ്സിലാണെന്നുണ്ടെങ്കിൽ, ആവറേജ് കളക്ഷൻ പീരിയഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇൻ ഡേയ്സിലാണെന്നുണ്ടെങ്കിൽ റിസീവബിൾസ് ഡിവൈഡഡ് ബൈ ക്രെഡിറ്റ് സെയിൽസ് ഇൻറ്റു 365. ഡേയ്സിലാണെന്നുണ്ടെങ്കിൽ 365. ഇനി ഇൻ വീക്സിലാണെന്നുണ്ടെങ്കിൽ റിസീവബിൾസ് ഡിവൈഡഡ് ബൈ ക്രെഡിറ്റ് സെയിൽസ് ഇൻറ്റു 52. കാരണം നമുക്ക് ഒരു ഇയറിൽ 52 വീക്കാണ് വരിക. ദെൻ ഇൻ മന്ത് ആണെന്നുണ്ടെങ്കിൽ, ആവറേജ് കളക്ഷൻ പീരിയഡ് ഇൻ മന്ത് ആണെന്നുണ്ടെങ്കിൽ റിസീവബിൾസ് ഡിവൈഡഡ് ബൈ ക്രെഡിറ്റ് സെയിൽസ് ഇൻറ്റു 12 ആണ് വരിക. ഒരു ഇയറിൽ നമുക്ക് 12 മന്ത്സ് ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് വരിക. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കണം എങ്ങനെയാണെന്നുള്ളത്. ഫ്രം ദി ഫോളോ ഇൻഫോർമേഷൻ കാൽക്കുലേറ്റ് ആവറേജ് കളക്ഷൻ പീരിയഡ്. അപ്പോൾ ടോട്ടൽ സെയിൽസ് തന്നിട്ടുണ്ട്, ക്യാഷ് സെയിൽസ് തന്നിട്ടുണ്ട്, സെയിൽസ് റിട്ടേൺ തന്നിട്ടുണ്ട്. റിസീവബിൾസ് എന്ന് പറയുമ്പോൾ അത് ഏതാണ്? ഡെപ്റ്റേഴ്സ് ആണ് അല്ലേ? ഡെപ്റ്റേഴ്സ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് റിസീവബിൾസ് ഉണ്ടാവുക. ബിൽസ് റിസീവബിൾ തന്നിട്ടുണ്ട്, ക്രെഡിറ്റേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് ടോട്ടൽ സെയിൽസ് തന്നിട്ടുണ്ട്, ക്യാഷ് സെയിൽസ് തന്നിട്ടുണ്ട്, സെയിൽസ് റിട്ടേൺ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് കാണണം? ക്രെഡിറ്റ് സെയിൽസ് കാണണം. അപ്പോൾ ക്രെഡിറ്റ് സെയിൽ എങ്ങനെയാണ് കാണുക? ടോട്ടൽ സെയിൽസ് 1 lakh മൈനസ് 20,000 കുറച്ച് കഴിഞ്ഞാൽ ക്രെഡിറ്റ് സെയിൽസ് കിട്ടും. പക്ഷേ അതിന് സെയിൽസ് റിട്ടേണും കൂടെ ഉണ്ട് ഒരു 7,000. അപ്പോൾ അതും കൂടെ കുറച്ചിട്ട് വേണം നമുക്ക് ക്രെഡിറ്റ് സെയിൽ എടുക്കാനായിട്ട്. ഓക്കെ, ഈ ഏരിയയിൽ നിന്ന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ. ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ അതുപോലെ തന്നെ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ചോദിക്കും. അപ്പോൾ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഇസ് ഈക്വൽ ടു എന്താണ്? ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് റിസീവബിൾസ്. ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് റിസീവബിൾസ്. ഇനി ആവറേജ് റിസീവബിൾസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ദാറ്റ് ഈസ് ആവറേജ് റിസീവബിൾസ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് റിസീവബിൾസ് പ്ലസ്
ക്ലോസിംഗ് റിസീവബിൾസ് ഡിവൈഡഡ് ബൈ 2. അതാണ് ആവറേജ് റിസീവബിൾസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് ഓഫ് സെയിൽസ് ഡിവൈഡഡ് ബൈ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ, അങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവായിട്ട് ഒരു ഇക്വേഷനും കൂടി നമുക്ക് യൂസ് ചെയ്യാം. നമുക്കൊരു കൺഫ്യൂഷൻ ആയിട്ടുള്ളൊരു കാര്യമാണ് എന്താണ് റിസീവബിൾസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ റിസീവബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിസീവബിൾസ് മീൻസ് ഡെപ്റ്റേഴ്സ് പ്ലസ് ബിൽസ് റിസീവബിൾ ആണ് എന്തെന്ന് പറയുന്നത്? റിസീവബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ റിസീവബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്റ്റേഴ്സ് പ്ലസ് ബിൽസ് റിസീവബിൾസ്, ഇതാണ് റിസീവബിൾസ്. ദെൻ ഇതിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് എപ്പോഴും ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, ദാറ്റ് ഈസ് ഏജിങ് ഷെഡ്യൂൾ ഓഫ് ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതൊന്ന് ജസ്റ്റ് നോക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യന് എങ്ങനെയാണ് ആൻസർ ചെയ്യുക? അപ്പം മന്ത്ലി കാണാം, കാരണം ഇവിടെ നമുക്ക് ഒരു പ്രത്യേകം പറഞ്ഞിട്ടൊന്നുമില്ല, എത്ര എടുക്കണം എന്നൊന്നും നമുക്ക് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമുക്ക് റിസീവബിൾസ് വേണം. റിസീവബിൾസ് നമ്മൾ പറഞ്ഞു എന്താണ്? ഡെപ്റ്റേഴ്സ് പ്ലസ് ബിൽസ് റിസീവബിൾ ആണ്. അതായത് 11,000 പ്ലസ് 4,000 ഡിവൈഡഡ് ബൈ എന്താ വരുന്നത്? ക്രെഡിറ്റ് സെയിൽ എന്ന് പറയുമ്പോൾ ടോട്ടൽ സെയിൽ 1 lakh നിന്ന് ക്യാഷ് സെയിൽസ് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 80,000 കിട്ടും. അതിന് നമ്മൾ സെയിൽസ് റിട്ടേണും കൂടെ കുറക്കണം. അപ്പോൾ 80,000, കാരണം ക്യാഷിൻ്റെ സെയിൽസ് റിട്ടേൺ ആണോ ക്രെഡിറ്റിൻ്റെ സെയിൽസ് റിട്ടേൺ ആണോ എന്ന് നമുക്കറിയില്ല. സെയിൽസ് റിട്ടേൺ തന്നതുകൊണ്ട് തന്നെ നമ്മൾ സെയിൽസ് റിട്ടേൺ കുറക്കുക. അപ്പോൾ 80,000-ൽ നിന്ന് 7,000 കുറക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 73,000. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? ദാറ്റ് ഈസ് 15,000 ഡിവൈഡഡ് ബൈ 73,000 ഇൻറ്റു 12 അല്ലേ. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 2.46 ആണ് കിട്ടുക. അപ്പോൾ ദാറ്റ് ഈസ് നമുക്ക് 2 എടുക്കാം. അപ്പോൾ 2 മാസം എന്നുള്ള ഒരു രീതിയിൽ എടുക്കാം. ഓക്കെ, സോ അതാണ് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ, അതായത് ഡെപ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ റിസീവബിൾസ് മാനേജ്മെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആവറേജ് കളക്ഷൻ പീരിയഡ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് വാല്യൂ ഓഫ് റൈറ്റ് ആണ്. റൈറ്റ്സിൻ്റെ വാല്യൂ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ദെൻ പാർട്ട് സിയിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദി വേരിയസ് ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് ദി ഡിവിഡൻഡ് ഡിസിഷൻ ഓഫ് എ ഫേം. ഡിവിഡൻഡ് ഡിസിഷൻ, ഒരു ഫേമിൻ്റെ ഡിവിഡൻഡ് ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്ന വേരിയസ് ഫാക്ടേഴ്സ് ഏതാണ്? അപ്പോൾ ഒരു തിയറി വന്നു. ദെൻ രണ്ടാമത്തത്, പ്രിപ്പയർ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദി ഫോളോയിങ് ഇൻഫോർമേഷൻ കളക്റ്റഡ് ഫ്രം ദി റെക്കോർഡ്സ് ഓഫ് 2 companies എ ആൻഡ് ബി. അപ്പോൾ 2 കമ്പനീൻ്റെ ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മളൊരു ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാണ്. അപ്പോൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ നമുക്കിവിടെ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റീവ് ലിവറേജ്, ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ഒക്കെ തന്നിട്ടുണ്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഈ ലിവറേജസിൽ ഫിനാൻഷ്യൽ ലിവറേജും ഓപ്പറേറ്റീവ് ലിവറേജും കമ്പൈൻഡ് ലിവറേജും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ഡിഗ്രിയും. അതായത് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് DFL, ഓപ്പറേറ്റീവ് ലിവറേജിൻ്റെ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റീവ് ലിവറേജ് DOL, കമ്പൈൻഡ് ലിവറേജ്. അപ്പോൾ ഡിഗ്രി ഓഫ് കമ്പൈൻഡ് ലിവറേജ് DCL, ഇത് 3ഉം ഇമ്പോർട്ടൻ്റ് ആണ്, അതും നോക്കി വെക്കുക. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് 26ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ നമുക്ക് കുറേ ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്. ഓരോ വർഷത്തെയും നെറ്റ് ക്യാഷ് ഫ്ലോ, അതായത് ക്യാഷ് ഇൻഫ്ലോസും തന്നിട്ട്. അപ്പോൾ യൂസിങ് 10% ആസ് ദി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, 10% കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആയിട്ട് എടുത്തിട്ട് നമ്മളടുത്ത് എന്തൊക്കെ പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്? പേ ബാക്ക് പീരിയഡ് കാൽക്കുലേറ്റ് ചെയ്യണം. നെറ്റ് പ്രസൻറ്റ് വാല്യൂ അറ്റ് 10% ഡിസ്കൗണ്ട് ഫാക്ടർ, 10% ഡിസ്കൗണ്ട് ഫാക്ടർ എടുത്തിട്ട് NPV കാണണം. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് 10% ഡിസ്കൗണ്ട് ഫാക്ടറിൽ കാണണം. ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ IRR വിത്ത് ദി ഹെൽപ്പ് ഓഫ് 10% ആൻഡ് 15% ഡിസ്കൗണ്ട് ഫാക്ടറിൽ കാണണം. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ essay ക്വസ്റ്റ്യനാണ്. ഒരുപാട് കാര്യങ്ങൾ, 4 കാര്യങ്ങളാണ്. ഇതിലിപ്പോൾ NPV ചെയ്യാൻ തന്നെ നമുക്ക് കുറേ ടൈം വേണം, ഇൻറ്റേർണൽ റേറ്റ് ചെയ്യാനും കുറേ ടൈം വേണം. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തരുമ്പോൾ നിങ്ങൾ അപ്പോൾ ഇവിടെ നമുക്ക് ഇത് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. 40,000 എന്ന് പറയുന്നത് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഈ 7,000 എങ്ങനെ കണ്ട് ഇതിൻ്റെയൊക്കെ ഈ നെറ്റ് ക്യാഷ് ഫ്ലോൻ്റെയൊക്കെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കാണണം അല്ലേ? പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ. അപ്പോൾ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എങ്ങനെയാണ് കാണുക? ദാറ്റ് ഈസ് 7,000 ഇൻറ്റു 0.909. 10%-ആണെന്നുണ്ടെങ്കിൽ 7,000 ഇൻറ്റു 0.909. അപ്പോൾ ഇവിടെ 2 കോളം കൂടെ നമ്മൾ വേഗം ഈ ക്വസ്റ്റ്യനിൻ്റെ അടുത്ത് എഴുതുക. എന്നിട്ട് 2 കോളം കൂടെ കൊടുത്തിട്ട് 7,000 ഇൻറ്റു 0.909, 7,000 ഇൻറ്റു 0.826, 7,000 ഇൻറ്റു 0.7519. അപ്പോൾ ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യാം. അപ്പോൾ 10%-ൻ്റെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കിട്ടും. എന്നിട്ട് ആ കോളം കംപ്ലീറ്റിൻ്റെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കിട്ടും. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഈ 40,000 കുറക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് NPV എന്ന് പറയുന്നത്. ഓക്കെ, ഇനി NPV നമുക്ക് 0 ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് IRR. പക്ഷേ നമ്മളോട് ഇവിടെ IRR കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 10% നമ്മൾ NPV കണ്ടിട്ട് 15%-ൻ്റെയും NPV നമ്മൾ കാണണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഒരു ഇൻ്റർപോളേഷൻ
ഫോർമുലയുണ്ട്, ഒരു ഇക്വേഷൻ ഉണ്ട്, അത് വെച്ചിട്ട് നമ്മൾ IRR കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പാർട്ട് സിയിൽ വരുന്നത്. ഇനി 2023 ക്വസ്റ്റ്യൻ പേപ്പറിലെ പാർട്ട് എയിലെ ക്വസ്റ്റ്യൻസ് ആണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, വാട്ട് ഈസ് ഫിനാൻഷ്യൽ പ്ലാൻ, വാട്ട് ഈസ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഓഫ് കറണ്ട് ലയബിലിറ്റീസ് ആണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ. ദെൻ നെക്സ്റ്റ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ പോയിന്റ് ഓഫ് ഇൻഡിഫറൻസ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ബ്രീഫ്ലി നെറ്റ് ഇൻകം തിയറി. സിക്സ്ത് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ്. സെവൻത്ത് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ക്യാഷ് ഡിവിഡൻഡ്. എയ്ത്ത് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. Then 9th question what is EOQ. 10th question what is capital rationing. 11th question define the concept of cost of capital. Then what is leverage. 13th question what is capital expenditure budget. 14th question explain payback period PBP. Then what is hardcore working capital. 15th question. Then part B ലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ explain the significance of cost of capital. Significance എന്ന് പറഞ്ഞാൽ importance. നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദി അഡ്വാൻറ്റേജസ് ഓഫ് മെയിൻറ്റെയിനിങ് ആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജസ് എന്താണ്. ദെൻ നെക്സ്റ്റ് റൈറ്റ് നോട്ട് ഓൺ വേരിയസ് സ്റ്റെപ്സ് ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റെപ്സ് ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എസ്സേ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ സോഴ്സസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അടുത്തതൊരു പ്രോബ്ലം പാർട്ടാണ്. എ കമ്പനി ഹാസ് ദി ഫോളോയിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പോൾ നമുക്കൊരു ക്യാപിറ്റൽ സ്ട്രക്ചർ തന്നിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെ കാണണം? കാൽക്കുലേറ്റ് ദി ഫിനാൻഷ്യൽ ലിവറേജ് അസ്യൂമിങ് ദാറ്റ് കമ്പനി ഈസ് ഇൻ 50% ടാക്സ് ബ്രാക്കറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളോട് ഫിനാൻഷ്യൽ ലിവറേജ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇക്വേഷൻ നമ്മൾ പറഞ്ഞു EBIT ഡിവൈഡഡ് ബൈ EBT. ആ ഏണിങ്സ് ബിഫോർ ടാക്സ് കാണാനാണ് നമുക്ക് ഈ ടാക്സ് റേറ്റ് തന്നിട്ടുള്ളത്. സിമ്പിളാണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ദി കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ആൻ ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് എന്താണ്? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റലാണ്. ഓക്കെ, അപ്പോൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ്, 2 ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡ്, 3 ഏർണിംഗ് പ്രൈസ് പെർ മെത്തേഡും റിയലൈസ്ഡ് ഈൽഡ് മെത്തേഡ്. അങ്ങനെ ഡിഫറെൻറ്റ് മെത്തേഡ്സിലാണ് നമുക്ക് കാണുക. അപ്പോൾ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് വേണം ഏത് രീതിയിലാണ് നമ്മളിത് കാണേണ്ടത്. ഇവിടെ നമുക്ക് ഗ്രോത്ത് റേറ്റ് 7% തന്നതുകൊണ്ട് തന്നെ നമ്മൾ ഏത് മെത്തേഡിലാണ് കാണേണ്ടത്? ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡിലാണ് കാണേണ്ടത്. അപ്പോൾ അതിനുള്ള ഇക്വേഷൻ എന്താണ്? ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ KE ഈസ് ഈക്വൽ ടു D1/MP × 100 + G. ഓക്കെ, അപ്പോൾ അതെന്താണ്? ഒരു എക്സിസ്റ്റിംഗ് ഷെയറിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ. ഇനി ന്യൂ ഷെയറിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ, ഇൻ കേസ് ഓഫ് ന്യൂ ഇക്വിറ്റി ഷെയറിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? KE ഈസ് ഈക്വൽ ടു DNP × 100 + G. ഇവിടെ NP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് പ്രൊസീഡ്സ് പെർ ഷെയർ ആണ്, പുതിയ ഷെയറിൻ്റെ നെറ്റ് പ്രൊസീഡ്സ്. MP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ആണ്. ഓക്കെ, അപ്പോൾ MP ഓർ NP എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ദാറ്റ് MP or NP is equal to D1 divided by KE minus G. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് MP or NP കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഏത് ഇക്വേഷനാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ആലോചിക്കാനൊന്നുമില്ല. കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ആണ്. അപ്പോൾ നമ്മൾ MP വെച്ചിട്ടാണ് എടുക്കേണ്ടത്. ഇനി നിങ്ങൾ കോസ്റ്റ് ഓഫ് ഏത് വന്നു കഴിഞ്ഞാലും, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ആയിക്കോട്ടെ, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ആയിക്കോട്ടെ, ഏത് വന്നാലും അതിന് കിട്ടുന്ന ഇൻകം ആണ് നമ്മൾ മുകളിൽ എഴുതുക. അതായത് ഇപ്പോൾ KP ആണെങ്കിൽ, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിവിഡൻ്റ് ആണ് നമുക്ക് കിട്ടുക അല്ലേ. ഇപ്പോൾ DP എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിഫറൻസ് ഷെയറിന് കിട്ടുന്ന ഡിവിഡൻറ്റ്, പ്രിഫറൻസ് ഡിവിഡൻ്റ് ആണ്. ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ NP × 100. ഈ NP എന്ന് പറയുന്നത് എന്താണ്? നെറ്റ് പ്രൊസീഡ്സ്. അത് ന്യൂ ഷെയറിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ. ഇനി എക്സിസ്റ്റിംഗ് ഷെയർ ആണെന്നുണ്ടെങ്കിൽ NPക്ക് പകരം എന്തായി മാറും? MP ആയിട്ട് മാറും. ഓക്കെ, ഇനി വേറൊരു ഇക്വേഷൻ നോക്കാം നമുക്ക്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് നിന്ന് നമുക്ക് അതായത് ഡെപ്റ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻകം, ഏർണിങ്സിന് നമ്മൾ എന്താ പറയുക? ഇൻട്രസ്റ്റ് എന്നാണ് പറയുക. അപ്പോൾ ഇൻട്രസ്റ്റ് മുകളിൽ ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ NP നെറ്റ് പ്രൊസീഡ്സ് × 100. നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിബെഞ്ചറിൻ്റെ വാല്യൂ, അതാണ് NP എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ നെറ്റ് പ്രൊസീഡ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഫ്ലോട്ടേഷൻ കോസ്റ്റ്, ഇപ്പോൾ പ്രീമിയത്തിൽ, പാറിൽ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ പാറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ തന്നിട്ടുള്ള വാല്യൂവിന്, ഇപ്പോൾ 1 ലക്ഷം രൂപേൻ്റെ ഡിബെഞ്ചർ ആണെന്നുണ്ടെങ്കിൽ ആ 1 ലക്ഷം രൂപേൻ്റെ എടുക്കാം. പ്രീമിയത്തിലാണെന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപേൻ്റെ കൂടെ എത്ര ശതമാനമാണോ പ്രീമിയം പറഞ്ഞിട്ടുള്ളത്, ഇപ്പോൾ 10% പ്രീമിയം പറഞ്ഞിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ 10% പ്രീമിയം കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ 1,10,000 ആവും. ഇനി ഡിസ്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അന്ന് 1 ലക്ഷത്തിൽ നിന്ന് നമ്മൾ 10% കുറക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10,000 കുറക്കുമ്പോൾ 90,000 കിട്ടും. അങ്ങനെ ചെയ്യുക. ഓക്കെ, അതാണ് NP എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഫ്ലോട്ടേഷൻ കോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമ്മൾ എന്ത് ചെയ്യണം? കുറക്കണം.
ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കാൽക്കുലേറ്റ് ദി ഒപ്റ്റിമം പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റി പെർ പ്രൊഡക്ഷൻ റൺ ഫ്രം ദി ഫോളോയിങ് ഇൻഫോർമേഷൻ. അപ്പോൾ ആനുവൽ പ്രൊഡക്ഷൻ തന്നിട്ടുണ്ട്, സെറ്റപ്പ് കോസ്റ്റ് പെർ പ്രൊഡക്ഷൻ തന്നിട്ടുണ്ട്, ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഒപ്റ്റിമം പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റി ഇവിടെ നമ്മളോട് ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് നമ്മൾ കൺഫ്യൂഷൻ ആക്കിയതാണ്. ഇവിടെ കൺഫ്യൂഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റി പെർ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EOQ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ദാറ്റ് ഈസ് √2CO ഡിവൈഡഡ് ബൈ I. അപ്പോൾ 2 × C എന്ന് പറയുന്നത് 90,000, O എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു, ദാറ്റ് ഈസ് 50 ഡിവൈഡഡ് ബൈ 1. അതാണ് വരിക. ദാറ്റ് ഈസ് √2 × 90,000 × 50 ഡിവൈഡഡ് ബൈ 1. ഓക്കെ, അപ്പോൾ എത്രയാണ് ആൻസർ കിട്ടുക? ദാറ്റ് ഈസ് ഈക്വൽ ടു 3000 യൂണിറ്റ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 22nd ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ARR കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ നമുക്ക് സിമ്പിളായിട്ട് ARR കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെയിനായിട്ട് വരുന്ന 3 ഒബ്ജക്റ്റീവ്സ് ആണ് ഉള്ളത്. 1 പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, 2 വെൽത്ത് മാക്സിമൈസേഷൻ, 3 വാല്യൂ മാക്സിമൈസേഷൻ. ഇതുകൂടാതെ വീണ്ടും ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ദെൻ പാർട്ട് സിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് പാർട്ട് സിയിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 24th ക്വസ്റ്റ്യൻ, വട്ട് ഈസ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഫാക്ടേഴ്സ് വുഡ് യു ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ഇൻ ഡിറ്റർമിനിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അതായത് ക്യാപിറ്റൽ സ്ട്രക്ചറും ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ക്യാപിറ്റൽ സ്ട്രക്ചറുമാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്തതൊരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്. പ്രോബ്ലം ആണ് ചോദിച്ചിട്ടുള്ളത്. ABC ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈൻഡ് ഔട്ട് ദി വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ഓഫ് ABC ലിമിറ്റഡ്. ABC ലിമിറ്റഡിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രം ദി ഫോളോയിങ് ഇൻഫോർമേഷൻ കാൽക്കുലേറ്റ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ദി 2 പ്രൊജക്ട്സ്. 2 പ്രൊജക്റ്റിൻ്റെ നെറ്റ് പ്രസൻറ്റ് വാല്യൂ കണ്ടിട്ട് അതിൽ നിന്ന് നമ്മൾ ഏത് പ്രൊജക്റ്റാണ് ആക്സെപ്റ്റ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. 10% ഡിസ്കൗണ്ട് റേറ്റിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അടുത്തതും ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ്. വട്ട് ഈസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, എക്സ്പ്ലെയിൻ ദി സിഗ്നിഫിക്കൻസ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ ഇത്രയാണ് 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്, ഈ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയിട്ട് കിട്ടുന്നത് പാർട്ട് എയിലെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. അതിൽ മെയിനായിട്ട് വരുന്നത് ഒന്ന് ഡിഫൈൻ ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ്. 3 വർഷം നമ്മളടുത്ത് ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് വാട്ട് ഈസ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. 2 വർഷം ചോദിച്ചിട്ടുണ്ട് അടുപ്പിച്ച്. വാട്ട് ഈസ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ 2021-ലും 2023-ലും ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് EOQ 2021-ലും 2023-ലും ചോദിച്ചു. മാത്രമല്ല പ്രോബ്ലം എല്ലാ വർഷവും ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ക്യാപിറ്റൽ റേഷനിങ് 2022-ലും 2023-ലും ചോദിച്ചു. ദെൻ വാട്ട് ഈസ് IRR ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ തിയറി 2021-ലും 2022-ലും ചോദിച്ചു. പക്ഷേ പ്രോബ്ലം ഇതിൻ്റെയൊക്കെ പ്രോബ്ലംസ് എല്ലാ വർഷവും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റിൻ്റെ പ്രോബ്ലം ചോദിച്ചിട്ടില്ല, പക്ഷേ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു.